ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. സോ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. സോ നമ്മൾ മറ്റ് ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മീന്, വേരിയൻസ്, അതിൻ്റെ പ്രൂഫ് പഠിക്കാനുണ്ട്. ദെൻ അതേപോലെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. നമ്മളെല്ലാ ഡിസ്ട്രിബ്യൂഷനിലും പറയുന്ന പോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ നമ്മളിവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പിയും ക്യൂവും പാരാമീറ്റേഴ്സ് ആയിട്ട് ഉപയോഗിച്ച പോലെ അടുത്ത ഡിസ്ട്രിബ്യൂഷൻ പോയിസോണിൽ ലാംഡ, ദെൻ ആൽഫയും ബീറ്റയും അല്ലെങ്കിൽ എയും ബിയും നമ്മുടെ യൂണിഫോമിൽ ഉപയോഗിച്ച പോലെ ഇവിടെ നമ്മൾ ലാംഡ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ലാംഡ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ബീറ്റ ആയിട്ടും കാണും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ബീറ്റ വരികയാണെങ്കിൽ അത് നിങ്ങൾ 1/λ ആയിട്ട് എടുക്കുക. ഞാൻ ലാംഡ വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. സോ ലാംഡ വെച്ചിട്ട് തന്നെ ഫോളോ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ബീറ്റ വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് 1/λ ആയിട്ട് എടുക്കുക. ദെൻ ഇതിന് നമുക്കൊരു എഫ് ഓഫ് എക്സ് ഉണ്ട്. നമ്മളെല്ലാ ഡിസ്ട്രിബ്യൂഷനും കൃത്യമായിട്ടൊരു പി ഓഫ് എക്സ് അല്ലെങ്കിൽ ഒരു എഫ് ഓഫ് എക്സ്, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന പോലെ ഇതിൻ്റെ എഫ് ഓഫ് എക്സ് ആയിട്ട് വരുന്നത് വളരെ ശ്രദ്ധിക്കണം. ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് എപ്പോഴാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ദെൻ 0. വേറെ എല്ലാ സ്ഥലത്തും 0 ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ നമ്മളുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡയാണ്. ദെൻ നമ്മൾ ബീറ്റ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ബീറ്റ ഈക്വൽ ടു 1/λ എന്നെടുക്കാം. അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. വെൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. വേറെ എല്ലാ സ്ഥലത്തും 0 ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ മീന്, വേരിയൻസിൻ്റെ പ്രൂഫും പ്രോബ്ലംസും ഒക്കെ പറയാനുള്ളത്. പിന്നെ നമുക്കറിയാം ജനറലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതാണ്. നമ്മൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് വാല്യൂസ് കൊടുക്കും. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും. പക്ഷേ ഇവിടെ നമുക്ക് നെഗറ്റീവിനെ കുറിച്ച് ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് മതി. അത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കും. കാരണം 0 മുതലാണ് നമ്മളുടെ വാല്യൂ വരും. നമുക്കിതിൻ്റെ മീൻ്റെയും വേരിയൻസിൻ്റെയും പ്രൂഫ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നേരെ മീനിൻ്റെ പ്രൂഫിലോട്ടാണ് പോകുന്നത്. ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്കിതിൻ്റെ മീന് ഒന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതാണ് നമ്മൾ മീനിനെ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് കേസിൽ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, മീനിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മതി, കാരണം നമ്മൾ 0 മുതലാണ് ഇവിടെ വാല്യൂസ് എടുക്കുന്നത്. എക്സ് ഇൻറ്റു നമ്മുടെ എഫ് ഓഫ് എക്സ് നമുക്കറിയാം ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ലാംഡ എന്ത് ചെയ്യാം, പുറത്തേക്ക് വെക്കാം. ലാംഡ പുറത്തേക്ക് വന്നാൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡി എക്സ് എന്ന് വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്താണ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷൻസ് വന്നാൽ, ഒരു പോളിനോമിയൽ ഒരു ഫംഗ്ഷനായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ദെൻ അതിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് ദെൻ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇൻ്റഗ്രൽ, അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നൊരു പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ രീതിയിലാണ് നമ്മളിവിടെ ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലാംഡ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് വന്നു. ദെൻ നമ്മൾ ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടണം, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ. സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആയി. ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ എന്ന് വരും. അതായത് റിസൾട്ട് എന്താണ്, ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ റൈസ് ടു എ എക്സ് ബൈ എ ആണ്. സോ ഇവിടെ എയുടെ സ്ഥാനത്ത് മൈനസ് ലാംഡ ഉണ്ട്. സോ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ. പിന്നത്തെ സിമ്പിൾ നിങ്ങൾ റെഡിക്ക് ശ്രദ്ധിക്കണം, മൈനസ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, S1 S2 ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത്തരം ഫംഗ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു റൂള് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇവിടെ എക്സിൻ്റെ ഇൻ്റഗ്രൽ, ഈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വേണം. എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം 1 ഇൻറ്റു ഈ സെക്കൻഡ് ഫംഗ്ഷൻ്റെ
ഇൻ്റഗ്രൽ, സോറി എക്സിൻ്റെ ഡെറിവേറ്റീവ്, നമ്മൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, ഈ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വേണം. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? ഇതിൻ്റെ ഇൻ്റഗ്രൽ വീണ്ടും e റൈസ് ടു മൈനസ് ലാംഡ എക്സ് വരും. e റൈസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ വീണ്ടും e റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ, ആ മൈനസും മൈനസും പ്ലസ് ആവും. ദെൻ അതേപോലെ തന്നെ ലാംഡയും എന്തായിട്ട് വരും? ലാംഡ സ്ക്വയർ ആയിട്ട് വരും. സോ e റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇൻ്റഗ്രലാണ് നമ്മൾ എടുക്കുന്നത്. 1 ബൈ മൈനസ് ലാംഡ പുറത്തേക്ക് വരുന്നുണ്ട്. വീണ്ടും ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് e റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ വരും. മൈനസും മൈനസും എന്തായിട്ട് പോകും? പ്ലസ് ആയിട്ട് പോകും. ദെൻ ലാംഡ സ്ക്വയർ. ഇനി പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് അത് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങോട്ട് എല്ലാ ടേംസും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇത്രയും ഇത് പോകുന്നത് 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ നിങ്ങൾ ആ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അത് നമ്മൾ ഇതിന് കണ്ടിന്യൂ ചെയ്ത് പോവുക. 0 എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഒന്ന് കൊടുത്താൽ ഏകദേശം നമ്മളുടെ ആൻസറായി, നമ്മുടെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് 0. ഇവിടെയും അങ്ങനെ തന്നെ വരും. അപ്പോൾ മൈനസ് 0. അപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൊത്തത്തിൽ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇനി നമുക്ക് എക്സിന് 0 കൊടുത്തു നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ മൈനസ് ഫസ്റ്റ് ടേം അങ്ങനെ അത് മൊത്തത്തിൽ 0 ആയിപ്പോയി. ഇതാ ഇനി നമുക്ക് എക്സിനൊന്ന് 0 കൊടുക്കണം. അപ്പോൾ ഇത് എന്താവും? 0 ആയിട്ട് മാറും. ഈ ടേം അവിടെ ഉണ്ടാവും. ഈ ടേമിന് എന്താ സംഭവിക്കുക? e റൈസ് ടു മൈനസ് 0. e റൈസ് ടു മൈനസ് 0 എന്ന് പറഞ്ഞാൽ e റൈസ് ടു 0 1 വരും. നിങ്ങൾ കുറച്ച് റിസൾട്ട് ഇവിടെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ e റൈസ് ടു 0 1 വരുമ്പോൾ മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ എന്നുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ ഇൻറ്റു മൈനസും ഈ മൈനസും കൂടി എന്താവും? പ്ലസ് ആവും. ലാംഡ ഇൻറ്റു 1 ബൈ ലാംഡ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനായിട്ട് വരുന്നത്. 1 ബൈ ലാംഡ എന്നുള്ളതാണ് ഇതിൻ്റെ മീനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞ റിസൾട്ടുകൾ ഞാനിവിടെ ഒന്ന് സൈഡിൽ എഴുതി വെക്കാം. e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. e റൈസ് ടു 0 1 ആണ്. e റൈസ് ടു ഇൻഫിനിറ്റി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് നെക്സ്റ്റ് ഫംഗ്ഷൻ. അങ്ങനെ നമ്മൾ ചെയ്തു പോകുക. 0 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ എന്ത് വരുന്നത്? മീൻ വരുന്നത്. ഇതേപോലെ നമുക്ക് വേരിയൻസും കൂടി ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വേരിയൻസ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. നമുക്കറിയാം വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഇ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് ഇതേപോലെ ചെയ്താൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മതി. കാരണം മൈനസ് ഇൻഫിനിറ്റി ടു പോകണ്ട നമ്മൾ പറഞ്ഞു. എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡി എക്സ്. നേരത്തെ പോലെ നമ്മൾ ലാംഡയെ പുറത്തെടുക്കുന്നു. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡി എക്സ്. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ടേമും കൂടി ഇവിടെ അധികമായിട്ട് വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലാംഡ പുറത്തുണ്ട്. എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ മൈനസ് എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു നേരത്തെ പോലെ ഇതിനെ നമ്മൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 ഇൻറ്റു അതാണ് ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പിൽ നിർത്താൻ പറ്റില്ല. 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആയതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ശ്രദ്ധിക്കണം, ഇവിടെ ഒരു മൈനസും കൂടി വരുന്നുണ്ട്. ഈ മൈനസ് രണ്ടു പേർക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയറിനാണ്. അപ്പോൾ 1 ബൈ ലാംഡ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പുറത്തുണ്ടാവും. ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു